ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സർക്കാർ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കില്ല. നാളത്തെ ബിസിനസ് അജണ്ടയായി ബിൽ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് ഒഴിവാക്കുകയായിരുന്നു. ബില്ലിന്റെ പകർപ്പുകൾ എംപിമാർക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു. ലോക്സഭയിൽ നാളത്തെ ബിസിനസ് അജണ്ടയിൽ വരേണ്ട ബില്ലുകളുടെ പട്ടിക പുതുക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഒഴിവാക്കിയാണ് പട്ടിക പുതുക്കിയത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 20-നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി അധികം ദിവസങ്ങളില്ല എന്നും വ്യക്തമാണ്. സാമ്പത്തിക ഗ്രാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിൽ പൂർത്തിയാക്കിയ ശേഷമാകും ബില്ലുകൾ അവതരിപ്പിക്കുക എന്നാണ് വിവരം. ഡിസംബർ 12-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. 2 കരട് നിയമങ്ങൾക്കാണ് ക്യാബിനറ്റിന്റെ അംഗീകാരം. അതിൽ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ ബില്ലിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാസ്സാകാൻ 3/2 ഭൂരിപക്ഷം വേണം. രണ്ടാമത്തെ ബില്ലിന് സഭയിൽ കേവല ഭൂരിപക്ഷം മതി. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ BJP നിയമം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, News 18.